ഒരു കുഞ്ഞു സമ്മാനം എന്ന് വെച്ചാൽ ഇപ്പോൾ റമദാൻ മാസമൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വര തുടങ്ങിയിട്ട് 10-12 വർഷമായി. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടൽ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പൈസ എൻ്റെ ഫാദറിന് കൊടുക്കാമെന്ന് കരുതി. ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ. പാപ്പാക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ റമദാൻ മാസമാണ്. പാപ്പ അങ്ങനെ പണിക്കൊന്നും പോവാറില്ല. പണിക്ക് പോകാമെന്ന് വെച്ചാൽ പാപ്പയ്ക്ക് താല്പര്യമുള്ളപ്പോൾ മാത്രമേ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ യൂട്യൂബിൻ്റെ അകത്തുനിന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത വരുമാനങ്ങളൊക്കെയാണ് കിട്ടിയത്. അപ്പം ഞാൻ കരുതി കുറച്ച് തുക എൻ്റെ ഫാദറിന് കൊടുക്കാമെന്ന് കരുതി. എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഞാനിന്ന് ഉമ്മാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളങ്ങോട്ട് നോമ്പ് തുറക്കാൻ വരും എന്നുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അക്കൂട്ടത്തിൽ പാപ്പക്ക് അതോട് കൊടുക്കാമെന്ന് കരുതി. അപ്പം എത്ര കൊടുക്കണമെന്നുള്ളത് നമ്മൾക്കൊക്കെ വാപ്പാർക്കൊക്കെ എത്ര കൊടുത്താലും മതിയാവില്ലല്ലോ. അപ്പോൾ എത്ര കൊടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം പിന്നെ എത്രയാണ് കൊടുക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ഏതായാലും ഒരു മോശമില്ലാത്ത തുക കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവർ സന്തോഷിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുക. അവർക്കല്ലാതെ വേറെ ആർക്ക് കൊടുക്കാനാണ് ഞാൻ. അപ്പം ഇന്ന് ബാപ്പാനെ കാണാൻ പോവുകയാണ്. ആ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും ഈ വ്ളോഗിൻ്റെ അകത്തേക്ക് സ്വാഗതം. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയുണ്ട്. അരുണിൽ നിന്ന് സ്റ്റാൻഡ് ഫീ മേടിക്കാൻ പൊതുവേ ഞാൻ അവനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. സ്റ്റാൻഡിൽ എത്ര ബസ് വന്നിക്കെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് സുരേട്ടൻ ലീവായതുകൊണ്ട് സ്റ്റാൻഡ് ഫീ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് കഴിയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പൂനൂർ പോകാൻ. പൂനൂർ പോകുന്നതിൻ്റെ മുമ്പ് അക്കൗണ്ടിൻ്റെ അകത്തുനിന്ന് പൈസ എടുക്കണം. അപ്പം ഞാൻ പറയാം കേട്ടോ എത്ര പൈസയാണ് കൊടുക്കുന്നതെന്നും ആ കൊടുക്കുമ്പോൾ പാപ്പയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളൂ ഞാൻ കാണിച്ചു തരാവേ. ഓക്കേ, ടാറ്റാ. അങ്ങനെ വാപ്പിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ റെഡിയായി. അപ്പം ഇതേ ഒരാൾ വന്നു. ഇന്നലത്തെ കാറ്റും മഴയിലും താർപ്പായി മുറിഞ്ഞു വീണു ഗൈസ്. അപ്പം അത് കെട്ടുന്ന അണ്ണാരെ കണ്ണൻ എന്തുവാടേ. ഇനി ഉണ്ടോ? അപ്പം അങ്ങനെയാണ്. ഇങ്ങോട്ട് നോക്കടേ. ഇന്നലെ വാപ്പി വീഡിയോയിൽ നോക്കാഞ്ഞിട്ട് വാപ്പി താല്പര്യമില്ലാഞ്ഞിട്ട് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പോകാനൊക്കെ നോക്കുകയാണ്. DTDC പോകണം. ഫോട്ടോ കൊറിയർ ചെയ്യാൻ കൊടുക്കണം. അത് മതി. ഒന്ന് വാ. ഇവിടെ പണിക്ക് പോയിട്ട് വന്നതാണ്. അതാണ് കാക്കി. അതുകൊണ്ടാണ് ക്യാക്കി. എന്താ തപ്പുന്ന്? ഒന്നുമില്ല പാപ്പരാസ്. അപ്പം എന്നിട്ട് ഇനി DTDC പോകണം. പൊടി കയറി ഉണ്ടാവൂലേ. ബാങ്ക് പോകണം. പൈസ എടുക്കണം. പൊടി ഭയങ്കര അലർജി. ഭയങ്കര അലർജി. കാരണം ഇതിനു മുമ്പ് ഞാൻ പോയത് സൗദി ആയിരുന്നു. അവിടെ നിന്ന് കരഞ്ഞു പോകുന്നതാ. കാരണം ഭയങ്കര ഇയാളിനെ കൊണ്ട് പൊടീൻ്റെ പടയല്ലാതെ വേറെ ഒന്നും എടുപ്പിച്ചില്ല ഗൈസ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ആദ്യം ഫോട്ടോ കൊറിയർ ചെയ്യാൻ പോട്ടെ. ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കണം. ഈ 2 കാര്യം. അല്ല, അതിന് മുമ്പ് എനിക്ക് കുച്ചണം. ചുറ്റുമണി കുച്ചോ? മറ്റേ നാഗ ചോദിക്കുന്നതിൻ്റെ അതിൽ മുറ്റുമണി എന്താ? ഇവിടെ കാരണ്ട് ഇപ്പം വന്നിട്ടേ ഉള്ളൂ. വോൾട്ടേജിന്റെ വാപ്പ കൊണ്ടുവരുവോ? ആ, കൊണ്ടുവരൂ. ഞങ്ങള് സ്നേഹം കൊണ്ട് ഇങ്ങനെയാണ് ബാപ്പാരെ വിളിച്ച് കളിക്കും. ഓക്കെ, അപ്പൊ ബാക്കി വയ്യ കാണാം. അങ്ങനെ DTDCയിൽ കൊറിയർ ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. ഇന്നത്തെ ഒരു ദിവസം കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസ് ആട്ടോ ഇത്. കൊറിയർ ചെയ്ത് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം പൂനൂർക്ക് പോകാൻ. ബാങ്കിൽ നിന്നല്ല കേട്ടോ, ATM.
അപ്പൊ കൊറിയർ ചെയ്യാൻ പോട്ടെ. ടാറ്റാ. അങ്ങനെ DTDCയിലും ATMിലും പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. DTDC ഫോട്ടോ എടുത്തിട്ട് വേണം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ. അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് പറയാം കേട്ടോ എത്രയാണ് ഞാൻ കൊടുക്കുന്നതെന്നുള്ളത്. അതുവരെ സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ. അങ്ങനെ DTDCയിലും ഫോട്ടോ കൊണ്ട് കൊടുക്കുകയാണ്. ഇവിടെ തിരക്കാണ്. നോമ്പ് തുറക്കുള്ള സാധനം ഹോസ്പിറ്റലിലുള്ളവർക്കുണ്ടല്ലോ, കാരുണ്യൻ്റെ ഇതിൽ കൊടുക്കുന്നതാണ്. ഫ്രീ ആയിട്ട് കൊടുക്കൂലേ. കേറിപ്പോയി അവനെ കാണുന്നില്ലല്ലോ. അതാ വന്നു. അപ്പത്തേ ഇനി നേരെ ATMിലേക്ക് പോവുകയാണ്. ഒരു സാധനം കാണിച്ചു തരാവേ. എൻ്റെ കാർഡിൻ്റെ മുകളിൽ ഇത് കണ്ട, പ്രീമിയം HDFC ബാങ്കാണ് കാർഡ് വരുന്നത്. പ്രീമിയമാണ്. പ്രീമിയം എന്താന്ന് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതായാലും ഇതാണ് എൻ്റെ കാർഡ്. അങ്ങനെ ATMിൽ പൈസ എടുക്കാൻ വന്നതാണ്. കാണിച്ചത് വാപ്പാക്ക് കൊടുക്കുമ്പോ എന്തിന് കുറയ്ക്കണം നമ്മള്. പോക്കറ്റില്ല ഗൈസ്. അപ്പൊ ലാസ്റ്റ് വണ്ണ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ തുക എത്രന്നൊക്കെ ഇപ്പൊ പറയാട്ടോ. നമ്മൾ സമ്പാദിച്ച പൈസ ഇതേ പോണ എടുക്കാൻ പറ്റിയാന്ന് വെച്ചാല് ഭയങ്കര തന്നെയല്ലേ. ഇതിനൊക്കെ നന്ദി പറയുന്നത് കണ്ണനോടാണ്. ഇത് ഗെയിമിന്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, അതും ഞാൻ പറഞ്ഞേക്കാം. അപ്പം ഇത്രയും തുകയാണ് ഞാൻ എൻ്റെ വാപ്പാക്ക് ഇന്ന് കൊടുക്കാൻ പോകുന്നത്. കുറേ കാലമായി ഞാൻ സമ്പാദിക്കുന്നു. അപ്പം എന്തെങ്കിലും ഒന്ന് വാപ്പാക്ക് കൊടുക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. അപ്പം കൊടുക്കാന്ന് വിചാരിച്ചത് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് എത്ര തുക ഉണ്ട്? എത്ര ഉണ്ടൊരു 2 ലക്ഷം റുപ്യ. ഈ 2 ലക്ഷവും ഞാൻ നയിച്ച പൈസയാണ്. അപ്പോൾ അത് എൻ്റെ വാപ്പാക്ക് ഇന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ളത് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് മക്കളെ കൂട്ടണം. DTDCയിൽ പോയി കൊറിയറൊക്കെ ചെയ്തു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. അതാണ് ഇതിന് വാപ്പയുടെ കൈ കൊടുക്കുമ്പോൾ വാപ്പയുടെ എക്സ്പ്രഷൻ കൂടി നിങ്ങൾ 100 ആയിസ വാപ്പ വിളിക്കുന്നുണ്ട്. 100 ആയിസ. ഹലോ, ഞങ്ങൾ ഇവിടുന്ന് പോരുന്നേ ഉള്ളൂ. ഓളിപ്പം വന്നിട്ടേ ഉള്ളൂ മോള്. 5:30 6:45 എത്തും. എന്തായി മോന്റെ ഇതല്ലേ. ആ ഒരു ദിവസം ഞാൻ ഓനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാ ശരി. അപ്പൊ വാപ്പി ഞങ്ങളെ കാണാത്തോണ്ട് വിളിച്ചതാണ്. ഈ കാര്യം ഓർമ്മല്ല, നോമ്പ് തുറക്കാൻ ചെല്ലു എന്നുള്ള കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ ഇത് കൊടുക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ എന്താന്ന് നമുക്ക് നോക്കാട്ടോ. ഓക്കേ, ടാറ്റാ. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. നോമ്പ് തുറക്കുന്ന ടൈമിനേക്ക് എത്തൂല. ഇപ്പൊ തന്നെ 6:26 ഇവിടുന്ന് 1.5-3 മണിക്കൂർ വീട്ടിലേക്കുണ്ട്. എൻ്റെ മോള് സ്കൂളിട്ട് ഇപ്പയാ വന്നത്. അപ്പം അതുകൊണ്ട് ലേറ്റായി. അപ്പം നോമ്പ് തുറക്കാനുള്ള സാധനമൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. പതിയെ പോവാ. അങ്ങനെയാണ് ബാക്കി വിശേഷം. വീട്ടിലെത്തിയിട്ട് കാണാട്ടോ. അങ്ങനെ അതേ നോമ്പ് തുറക്കാനെത്തി. നൈസ് പത്തിരിണ്ട്, കപ്പുണ്ട്,
കപ്പയും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നൈസ് പത്തിരിയ അതുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്. ഏതായാലും നോമ്പ് തുറക്കുമ്പോഴേക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെ വാപ്പിക്കുള്ള സമ്മാനമായിട്ട് ഇങ്ങോട്ട് വാപ്പിന്റെ എക്സ്പ്രഷൻ കാണട്ടെ. നിങ്ങൾക്ക് ഞാനിതുവരെ തന്നിയില്ലല്ലോ. കൊറേ കാലായി വാപ്പിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കൊടുക്കാൻ കൂടിയത്. സന്തോഷായോ? ആടാ ഒരാള് നിലത്ത് കിടന്ന് വഹിക്കുന്ന. അപ്പൊ അങ്ങനെയാണ് വാപ്പിക്ക് കൊടുത്തു. ആ ഒരു സന്തോഷം നിങ്ങൾ എപ്പോഴും പങ്കുവെക്കാണ്. ഒറ്റയടിക്ക് പുട്ടും പപ്പടം അടിക്കരുത് കേട്ടോ. വാപ്പി പഠിക്കുമല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പഴല്ലേ കൊടുക്കണ്ടേ, പിന്നെ എപ്പ കൊടുക്കാനാ, അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചു. ഓക്കെ വാപ്പി എന്താ അങ്ങനെ നോമ്പും തുറന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. പിന്നെ വീഡിയോ എടുക്കാന് വാപ്പക്ക് താല്പര്യമില്ല കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞത്. അപ്പൊ പോട്ടെ. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേന്ന്? ഓക്കെ. ഇനി മമ്മീനെ കാണിക്കും. മമ്മിക്ക് പേടിയാ, മമ്മിയുടെ ആങ്ങളന, അതുകൊണ്ട് കാണിക്കാൻ സമ്മതിക്കൂല. അപ്പൊ എന്നാല് നേരെ ഏട്ടത്തിന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയിട്ട് കാണാട്ടാ. അങ്ങനെ ഞാൻ ഏട്ടത്തിയുടെ വീട്ടിലെത്തി. കണ്ട മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കഴിച്ചിട്ട് എന്ത് പുളിയുള്ള സാധനം നമ്മൾ തിന്നുകയാണെങ്കിലും ഭയങ്കര മധുരമായിരിക്കും. ഓളിന്നിട്ട് ഇത് തിന്നാൻ വേണ്ടിയിട്ട് മറ്റേ ബബ്ലി മൂസ് അല്ലേ, കമ്പിളി നാരങ്ങ എന്ന് പറഞ്ഞേ, ആ പുളിയുള്ള സാധനം തിന്നാൻ വേണ്ടിയിട്ട് മറ്റേ പഞ്ചാരട്ട് കുടിക്കാന്ന് പറഞ്ഞതിൻ്റെ അതിൽ ആദ്യം ഇത് തിന്നുങ്ങാൻ ഓള് പിന്നെ അത് തിന്നുക മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. ഓളെ ബുദ്ധി മറ്റേ പരസ്യത്തിൽ പറയും പോലെ റോക്കറ്റ് അല്ല വിമാനാന്നോ അങ്ങനെ പറയാം. വിമാനല്ല റോക്കറ്റാണെന്ന്. അമ്മാതിരി ബുദ്ധിയാക്ക്. ഏതായാലും ഞാൻ കഴിച്ചേക്കട്ടെ. ഇതിന് പുളിയാ, ഇതിനത് പഞ്ചസാര ഇട്ട് തിന്ന്. ഇതിന് പുളിയാ. ഇതായിരുന്നിട്ട് എന്റെ ചിറ്റ ഉണ്ടാകുന്ന ഓളെ ചിറ്റ ഉണ്ട കൊടുത്തതാണോ അല്ലേ? ചിറ്റൻ്റെ ആളെ പോയിട്ട് മോഷ്ടിച്ച കൊണ്ടുവന്നതാണോ അല്ലേ? മോഷ്ടിച്ചതല്ല, കട്ടതാ. അങ്ങനെ അതിൻ്റെ കുരുവാണ്. ആദ്യമായിരുന്നു കഴിക്കുമ്പോൾ എന്തൊരു തൈങ്ങില്ലേന്ന്, അത്ഭുതമായിരുന്നു. ഞങ്ങളെ ചിറ്റയുടെ വീട്ടിലാട്ടോ ഉള്ളത്. ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇപ്പം എല്ലായിടത്തും ഉണ്ട്. ആദ്യ ആളല്ലേ ഇറക്കിയേ. ഇനി എന്താ പാർത്ത് വെക്കുന്നത്? വീഡിയോ ഓണാക്കി വെച്ചിട്ട് വർത്താനം പറയാ. എനിക്കിവിടെ ഒരു മോളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആരോടാ പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പാർത്ത് വെക്കുക. ഞാൻ അവളോട് തന്നെ വീഡിയോ ഓണാക്കുക, ഒറ്റക്ക് വർത്താനം പറയാ. അത്ര തന്നെ. ഇത് ഇൻസ്റ്റയിലേക്കല്ല, യൂട്യൂബ്. ഇൻസ്റ്റയിൽ കാണല്ലേ ഞാൻ സുന്ദരിയായിട്ടുള്ളത്. എന്റെ ഇൻസ്റ്റയുടെ പോയി അങ്ങനെ ആര് പോക്കി? എന്തായി? അങ്ങനെ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നിരോധിച്ചോലെ. അപ്പൊ ഓക്കെ, ബൈ. ഓക്കെ പെണ്ണുങ്ങി നിൽക്കുന്നു. ഇങ്ങോട്ട് നോക്ക്.
നോക്കടാ. അന്തള്ള ഉണ്ട്, ഇനി ഇങ്ങോട്ട് വെക്കടാ. അതിനെക്കാട്ടി മെച്ച സിനു തന്നെ കേട്ടോ. സിനു നല്ലോണം പോസ് ചെയ്ത് തരും. എന്റെ യൂട്യൂബ് മാനേജ് ചെയ്യുന്ന ആളാണ്. ഇങ്ങോട്ട് വെക്കടാ, ഇങ്ങോട്ട് വെക്കടാ. നോക്കൂലാന്ന്. എനിക്ക് ഫേസ്ബുക്ക് മോണിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അത് റെഡിയാക്കി തരാൻ വേണ്ടി വന്ന. പക്ഷെ ഇങ്ങനെയൊക്കെ കുറവ് പാടുണ്ടോ ആൺകുട്ടികളായാല്? ഉളുപ്പ് പിന്നെ യൂട്യൂബിൽ വരുന്നതിനൊക്കെ ഉളുപ്പ് കാണോ? ഇങ്ങോട്ട് വെക്കടാ. എനിക്ക് കമന്റ് വരും കേട്ടോ. ചിക്കോ വാടാ ഡാ. അയ്യടാ എടാ, ഞാൻ എന്നെ പ്രൊമോഷൻ ചെയ്യാലോ, പ്രൊമോട്ട് ചെയ്തരാ. മറ്റേ ബിസിനസ് അങ്ങനെ പറയില്ല എടാ. ലക്ഷക്കണക്കിന് അഞ്ഞി വരുണ്ട് അടുത്ത്. വരൂണല്ല, വരൂ. ഓന് മുഖം കാണിക്കൂലെന്ന് ഉറപ്പായി. എടാടാ, ആ ഞാൻ ഒഴിവാക്കി. എനിക്ക് അതൊന്ന് റെഡി ആക്കണം. എന്ത് തന്നില്ലെങ്കില് അല്ല, ഇങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് വെക്ക്. ഇന്നലെ ലൈവില് കാറ് ചോദിച്ച് വിളിച്ച ആള് ഇതാക്കുന്ന. ഇങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് വെക്ക്. ആ ഇവിടെ കുത്തിരി, ഇവിടെ കുത്തിരി. ഞങ്ങള് പോവുക. സിനിയോ അങ്ങനെ ഏട്ടത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. ഇവിടെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തില് പൊങ്കാലയല്ലേ, അതിന്റെ ഭയങ്കര ആൾബഹളങ്ങൾ. അപ്പം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഒക്കെ റെഡിയാക്കി. എന്താ ഒരു അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ.